ഹലോ മക്കളെ, എല്ലാവർക്കും ഒരു വാം ഗുഡ് മോർണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇംഗ്ലീഷിലെ ഒരു സംഭവം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ അരച്ച് കലക്കി കുടിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ, അപ്പം എല്ലാവർക്കും എസ് ഡേ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ഓക്കെ, റിപ്പോർട്ടഡ് സ്പീച്ച് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷിലെ ഗ്രാമർ പാർട്ടായിട്ടുള്ള റിപ്പോർട്ട് സ്പീച്ച് നമുക്ക് +1 എന്തായാലും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഗ്രാമർ ക്വസ്റ്റ്യൻ കൂടിയാണ് റിപ്പോർട്ട് സ്പീച്ച്. റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് മക്കളെ റിപ്പോർട്ട് സ്പീച്ച്? എന്താണ് റിപ്പോർട്ട് സ്പീച്ച്? നമുക്കറിയാം അല്ലെ എന്താ റിപ്പോർട്ട് സ്പീച്ച്? ഇപ്പൊ 2 പേര് തമ്മിലവിടെ സംസാരിക്കുകയാണ്. ഇപ്പം ഒരു അജ്മൽ എന്നുള്ള കുട്ടിയും അതുപോലെ തന്നെ റിയ എന്ന് പറഞ്ഞുള്ള കുട്ടി, അവർ തമ്മിൽ സംസാരിക്കുകയാണ്. ഇത് പുറത്തുനിന്നുള്ള ഒരു വേറെ മഷൂദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി കാണും, മൂന്നാമത്തെ ഒരാൾ കാണാണ്. അപ്പം അവർ തമ്മിൽ അങ്ങനെ സംസാരിച്ചു, ഓളോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് മൂന്നാമതൊരാൾ റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ആളോട് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, റിപ്പോർട്ട് സ്പീച്ച്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ, 2 ആൾ സംസാരിക്കുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് ഒരാൾ, മൂന്നാമതൊരാൾ വന്നിട്ട് അവൻ അവനോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഇവളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, റിപ്പോർട്ട് സ്പീച്ച്. അവന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ്, 2 പേരുടെ കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാം. ഓക്കെ, റിപ്പോർട്ട് സ്പീച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെറും 5 സ്റ്റെപ്പ്, എത്ര സ്റ്റെപ്പ്? 5 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, വെറും 5 സ്റ്റെപ്പുകൾ അറിഞ്ഞിരുന്നാലേ റിപ്പോർട്ട് സ്പീച്ച് പുഷ്പം പോലെ നിങ്ങൾക്ക് എഴുതിയിട്ട് പോരാ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 5 സ്റ്റെപ്പിലേക്ക് കയറുന്നതിന് മുമ്പ് റിപ്പോർട്ട് സ്പീച്ച്, ഡയറക്റ്റ് സ്പീച്ച്, നമ്മൾ അവിടുന്ന് പറയുന്ന കോൺവെർസേഷൻ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോൾ, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് ആകുമ്പോൾ വേർബിൽ കുറച്ച് ചേഞ്ച് വരും, അതുപോലെ പ്രൊണൗണിൽ കുറച്ച് ചേഞ്ച് വരും. ഈ ചേഞ്ചസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ 5 സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. വളരെ സിമ്പിൾ ആണ് റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്കറിയാം മക്കളെ, ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിൽ, നമുക്ക് എക്സാം പേപ്പറിൽ തന്നിരിക്കുന്ന സെന്റൻസ് V1 വേർബ് ബേസ് ഫോമിലാണെങ്കിൽ അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറുന്ന സമയത്ത് അത് V2 ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും? V2 ആയിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് V2 ആണെങ്കിൽ അത് എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. എന്തായിട്ട് മാറും മക്കളെ? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈസ് ആം ആർ പ്ലസ് ING ആണെങ്കിൽ, നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ ഈസ് ആം ആർ പ്ലസ് ING ആണെങ്കിൽ അതെന്തായിട്ട് മാറും? വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ING ആയിട്ട് മാറും. ഇനി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ വാസ് വേർ പ്ലസ് ING ആണെങ്കിലോ ഹാഡ് ബീൻ പ്ലസ് ING ആയിട്ട്. എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക, അതങ്ങോട്ട് പഠിച്ച് നിങ്ങളെ തലയിലേക്ക്, നിങ്ങളെ ബ്രെയിനിലേക്ക് അതിൽ കയറ്റി വെക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വില്ല് വുഡായിട്ട് മാറും, ഷാള് ഷുഡായിട്ട് മാറും, ക്യാന് വുഡായിട്ട് മാറും. ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ് അതിൽ സംഭവിക്കുന്നത്. ഒന്നുകൂടെ പറയാം, V1 എന്തായിട്ട് മാറും മക്കളെ? V2 ആയിട്ട് മാറും. V2 എന്തായിട്ട് മാറും മക്കളെ? ഹാഡ് പ്ലസ് V3 ആയിട്ട് മാറും. അതുപോലെ തന്നെ ഈസ് ആം ആർ പ്ലസ് ING എന്തായിട്ട് മാറും? വാസ് വേർ പ്ലസ് ING ആയിട്ട് മാറും. അതുപോലെ തന്നെ വാസ് വേർ പ്ലസ് ING എന്തായിട്ട് മാറും മക്കളെ? ഹാഡ് ബീൻ പ്ലസ് ING ആയിട്ട് മാറും. അതുപോലെ വില്ല് വുഡാകും, ഷാള് ഷുഡാകും, ക്യാന് വുഡാകും. ഇതാണ് ഇതിൽ വരുന്ന മേജർ ആയിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ പിന്നെ ഈ പ്രൊണൗൺസിൽ, സബ്ജക്റ്റുകളിൽ വരുന്ന മാറ്റമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഐ എന്തായിട്ട് മാറും മക്കളെ? ഹൈ ഒന്നെങ്കിൽ ഈ ഓർ ഷീ. തന്നിരിക്കുന്നതിൽ ഒരു ഹി ആണെങ്കിൽ, ഒരു ബോയെ സൂചിപ്പിക്കാനാണെങ്കിൽ നമ്മൾ ഹി ആയിട്ട് മാറും, ഒരു ഗേൾ ആണെങ്കിൽ അത് ഷീ ആയിട്ട് മാറും. അതുപോലെ തന്നെ യു എന്നുള്ളത് നേരെ ഒന്നെങ്കിൽ ഹി ആയിട്ട് മാറും, അല്ലെങ്കിൽ ഷീ ആയിട്ട് മാറും, അല്ലെങ്കിൽ ദേ ആയിട്ട് മാറും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിത് പറയാം കേട്ടോ, നോ പ്രോബ്ലം. അതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ വി ആണ് തന്നിരിക്കുന്നെങ്കിൽ മക്കളെ അതെന്തായിട്ട് മാറും? ദേ ആയിട്ട് മാറും. അവർ ആണെങ്കിൽ മക്കളെ അതെന്തായിട്ട് മാറും? ദെയർ ആയിട്ട് മാറും. മൈ ആണെങ്കിൽ ഒന്നെങ്കിൽ ഹിസ്സോ ഹെർ ആയിട്ട് മാറും. ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും, ടുമോറോ എന്നുള്ളത് നെക്സ്റ്റ് ഡേ ആവും, എസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആവും, നൗ എന്നുള്ളത് ദെൻ ആവും, ദിസ് എന്നുള്ളത് ദാറ്റ് ആവും, അതുപോലെ തന്നെ ഹിയർ എന്നുള്ളത് ദെയർ ആവും. ഇതാണ് ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ച് ആവുന്ന സമയത്ത് ഉള്ള പ്രധാനപ്പെട്ട ഈ പ്രോണൗണിലുള്ള മാറ്റം എന്നുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് പഠിക്കാം. ഇതാണ്, ഈ ഒരു മാറ്റമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിലുണ്ടാവുക. അതുപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡയറക്റ്റ് സ്പീച്ചിലെ ആം ഈസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു വാസ്, അല്ലെങ്കിൽ ആർ എന്നായിട്ട് മാറും, വേർ ആയിട്ട് മാറും. ഡു ഡസ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡ് ആയിട്ട് മാറും. ഹാസ് ആവുന്ന എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു വില്ല് വുഡാകും, യെസ്, ഷാള് ഷുഡാകും, ക്യാന് കുഡാകും, മേ മൈറ്റ് ആവും, അതുപോലെ മസ്റ്റ് ഹാഡ് ടു ആവും, അതുപോലെ തന്നെ ഡിഡ് ഹാഡ് ആവും, വാസ് വേർ നമ്മൾ പറഞ്ഞു ഹാഡ് ബീൻ ആവും, V1 V2 ആവുന്നു, V2 ഹാഡ് പ്ലസ് V3 നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതാണ് വേർബിലുള്ള ചേഞ്ചസ്. ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതനുസരിച്ച് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മളെ സബ്ജക്റ്റിന്റെ ചേഞ്ചസ് നമ്മൾ പഠിച്ചു, അതുപോലെ വേർബിന്റെ ചേഞ്ചസ് നമ്മൾ പഠിച്ചു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എന്ത് തന്നിരിക്കുക, നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു
റിപ്പോർട്ട് സ്പീച്ചിൽ നമുക്ക് മാറ്റാനുണ്ടായിരിക്കാം. ഒന്നെങ്കിൽ അത് WH ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഒന്നെങ്കിൽ അത് WH ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഏതൊക്കെയാണത്? ഒന്നെങ്കിൽ അത് WH ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിലോ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇതായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ. ഒന്നെങ്കിൽ WH ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി പ്രധാനമായിട്ടും 5 സ്റ്റെപ്പുകളാണ് നമുക്ക് WH ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാൻ വേണ്ടിയുള്ളത്. എത്ര സ്റ്റെപ്പുകളാണ് മക്കളെ? 5 സ്റ്റെപ്പുകളാണ് കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ച് ആവുന്ന സമയത്ത് വെറും 5 സ്റ്റെപ്പുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് മാറ്റാനുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, എന്തൊക്കെയാണ് ആ 5 സ്റ്റെപ്പ്? അതിനു മുമ്പ് ആ 5 സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരിക്കും WH ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, എങ്ങനെയായിരിക്കും അതിന് ഡയറക്റ്റ് സ്പീച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കാന്നുള്ളത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ റാഷിദ് സാറും റിയാസ് സാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, റാഷിദ് സാർ പറയാണ് വെൻ വിൽ യു കം. റിയാസ് സാറോട് പറയാണ് വെൻ വിൽ യു കം, എപ്പോഴാണ് നീ വരിക? നമ്മളെ റിയാസ് സാർ അതിന് മറുപടി പറയാണ് ഐ വിൽ കം ടുമോറോ. ഞാൻ എപ്പോഴാണ് വരിക? ഇന്നൊന്നും പണി വേറെ പരിപാടി ഉണ്ട്, ഞാൻ എന്നാ വരാ? നാളെ വരുള്ളൂ അല്ലേ? ഇന്നൊന്നും നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾക്ക് വേറെ കുറെ പരിപാടി ഉണ്ട്, ഞാൻ നാളെ സോണിലേക്ക് വരുള്ളൂ. അപ്പൊ പറയണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് സ്പീച്ച്. ഇത് നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കിയിട്ട് മക്കളെ നമുക്കത് മാറ്റിയെടുക്കണം. എങ്ങനെ നമ്മൾ പറയാം? ഇവിടെ തന്നിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, വെൻ വിൽ യു കം. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലായില്ലേ? യെസ്. അപ്പൊ റിയാസ് സാർ പറയാണ് ഐ വിൽ കം ടുമോറോ, ഞാൻ നാളെ വരാം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. ഇനി ഈ WH ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ളത് ഈ WH ക്വസ്റ്റ്യന്റെ ചേഞ്ചസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് WH ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് സ്പീച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പം ഇതിന് 5 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ, റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. 5 സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. നമുക്കറിയാം, ഇവിടെ റാഷിദ് സാർ ആണ് ചോദിക്കുന്നത് നമ്മളെ റിയാസ് സാറോട് വെൻ വിൽ യു കം. എന്താ ചോദിക്കുന്നത്? വെൻ വിൽ യു കം. ഇവിടുത്തെ സ്പീക്കറുടെ പേരെന്താ? എന്താ? അതെ, നമുക്കറിയാം എന്താ സ്പീക്കറുടെ പേര്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. എന്താ സ്പീക്കറുടെ പേര് മക്കളെ? റാഷിദ് സർ അല്ലേ? നമ്മുടെ റാഷിദിനെ എഴുതുന്നുള്ളൂ. ഓക്കെ, റാഷിദ് സർ, അതാണ് സ്പീക്കറുടെ പേര് അല്ലേ? സിമ്പിൾ അല്ലേ? കണ്ടില്ലേ? റാഷിദ് സർ. ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് ദി സ്പീക്കർ. എന്താ സ്പീക്കറുടെ നെയിം? എന്താ? യെസ്, എന്താണ്? റാഷിദ് സർ ചോദിക്കാണ് വെൻ വിൽ യു കം, എപ്പോഴാണ് വരിക? നമ്മൾ ചോദിച്ചു അല്ലേ? റാഷിദ് സർ ആണ് നമ്മൾ ഇവിടെ റാഷിദ് സർ എന്ന് എഴുതി. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? യെസ്. അപ്പൊ മക്കളെ, നമ്മൾ ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. യെസ്, രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ആകെ ബേജാറൊന്നും വേണ്ട, സിമ്പിൾ ആണ്. ഫസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആഡ് റിപ്പോർട്ടിംഗ് വേർബ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ആഡ് റിപ്പോർട്ടിംഗ് വേർബ്. ഞാൻ അതിന് റോമന പേരിട്ട് വിളിക്കുകയാണ് RV, റിപ്പോർട്ടിംഗ് വേർബ്. നിങ്ങൾക്ക് പഠിക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വിളിച്ച മക്കളെ? RV എന്ന് വിളിക്കാണ് കേട്ടോ. RD അല്ല, RV. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, എവറി WH ക്വസ്റ്റ്യൻസ്, ഏത് WH ക്വസ്റ്റ്യൻ ആണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അതിലൊക്കെ മക്കളെ ഉണ്ടാവുക ദ ക്വസ്റ്റ്യൻസ് വുഡ് ഹാവ് ആസ്ക്ഡ് ആസ് RV. WH ക്വസ്റ്റ്യൻ ആണോ അതിന്റെ RV എന്നുള്ളത് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? ആസ്ക്ഡ് എന്നായിരിക്കും. എന്തായിരിക്കും? ആസ്ക്ഡ് എന്നായിരിക്കും. എന്തായിരിക്കും മക്കളെ? ആസ്ക്ഡ് എന്നായിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പഠിച്ചു. എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്? റാഷിദ് സാർ പറയുന്നു വെൻ വിൽ യു കം അല്ലെ? ഫസ്റ്റ് നമ്മളെ സ്പീക്കറുടെ പേര് എഴുതുക. നമ്മളെല്ലാവരും എഴുതി, റാഷിദ് എന്ന് എഴുതി. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് മക്കളെ സിമ്പിൾ ആണ്. WH ക്വസ്റ്റ്യൻ RV എഴുതാണ് നമ്മളോട് പറഞ്ഞത്. എന്താ എഴുതാൻ പറഞ്ഞത്? RV, റിപ്പോർട്ടിംഗ് വേർബ്. RV എഴുതാനാ പറഞ്ഞത്. RV എന്തായിരിക്കും? WH ക്വസ്റ്റ്യൻ ആണോ അതിന്റെ RV എന്നുള്ളത് മക്കളെ എന്തായിരിക്കും? ആസ്ക്ഡ്. എന്തായിരിക്കും മക്കളെ? ആസ്ക്ഡ്. എന്തായിരിക്കും മക്കളെ? ആസ്ക്ഡ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു എന്താ? ഫസ്റ്റ് നമ്മളെ സ്പീക്കറുടെ പേര് എഴുതുക. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. റാഷിദ് എന്ന് എഴുതിയിട്ടുണ്ട്, റാഷിദ് സാർ നമ്മൾ എഴുതിയിട്ടുണ്ട്. യെസ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് RV എഴുതാനാണ്. RV നമുക്കറിയാം അല്ലെ? ഒരു WH ക്വസ്റ്റ്യൻ ആണോ എങ്കിൽ അതിന്റെ RV എന്തായിരിക്കും? ആസ്ക്ഡ് എന്നായിരിക്കും. എന്തായിരിക്കും മക്കളെ? ആസ്ക്ഡ് എന്നായിരിക്കും. ഇത് ക്ലിയർ അല്ലേ? രണ്ട് സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്? സിമ്പിൾ അല്ലേ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ WH നമ്മളെ സ്പീക്കറിന്റെ പേര് എന്താ നമ്മൾ ഇങ്ങോട്ട് എഴുതിയില്ലേ? എന്താ സ്പീക്കറിന്റെ പേര്? റാഷിദ് എന്നുള്ളത്. അത് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറയാണ് എന്താണ്? എവറി WH ക്വസ്റ്റ്യൻ വുഡ് ഹാവ് ദ ആസ്ക്ഡ് ആസ് ദ RV. ഏത് WH ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് അതിന്റെ RV എന്നുള്ളത്, റിപ്പോർട്ടിംഗ് ക്ലോസ് എന്നുള്ളത്, റിപ്പോർട്ടിംഗ് വേർബ് എന്നുള്ളത് എന്തായിരിക്കും? ആസ്ക്ഡ് എന്നായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ അല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? ഓക്കെ മക്കളെ, അപ്പൊ നമ്മൾ ഇതിന് റിപ്പോർട്ട് സ്പീച്ചിന്
മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. എന്താ മൂന്നാമത്തെ സ്റ്റെപ്പ്? ആഡ് കൺജങ്ഷൻ. ഇങ്ങനത്തെ പേരൊന്നും കേട്ടിട്ട് ഒരു വിധത്തിലുള്ള വേജാറുകൾ വേണ്ട, സിമ്പിൾ ആണ്. ആഡ് കൺജങ്ഷൻ. ഓക്കെ, ആഡ് കൺജങ്ഷൻ എന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നമ്മൾ ഇതുവരെ ചെയ്ത 2 സ്റ്റെപ്പുകൾ ഒന്ന് പറഞ്ഞുതരാം. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഒന്ന് ഉറക്കം ഒന്ന് പറഞ്ഞേ. യെസ്, എങ്ങനെ പറയാം നമ്മള്? യെസ്, ഫസ്റ്റത്തെ സ്റ്റെപ്പ് റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ അല്ലെ. റൈറ്റ് ദ നെയിം ഓഫ് സ്പീക്കർ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു നമ്മളെ സ്പീക്കറിന്റെ നെയിം? എന്തായിരുന്നു? നമ്മളെ മുത്ത് റാഷിദ് സാർ അല്ലെ, നമ്മളെ റാഷിദ് സാർ എഴുതി. രണ്ടാമത്തെ എന്തായിരുന്നു? യെസ്, RV അല്ലെ. RV നമ്മൾ കൊടുക്കണം. ഞാൻ പറഞ്ഞു WH ക്വസ്റ്റ്യൻ ആണോ, അതിന്റെ RV എന്തായിരിക്കും മക്കളെ? യെസ്, നമ്മൾ പറഞ്ഞു ആസ്ക്ഡ് അല്ലെ. അത് നമ്മൾ എഴുതി, ആസ്ക്ഡ് എന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് കൺജങ്ഷൻ. നിങ്ങൾ കൺജങ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ട് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. സാഹിത്യത്തിന്റെ ഭാഷയിലാണ് കൺജങ്ഷൻ എന്നൊക്കെ പറയാം. നമുക്കത് സിമ്പിൾ ആയിട്ട് പറയാം. കൺജങ്ഷൻ എന്നുള്ളത് മക്കളെ, നമ്മളെ ഈ റാഷിദ് സാർ പറയുന്ന വെൻ വിൽ യു കം എന്നല്ലേ നമ്മുടെ സെന്റൻസ്, എന്നല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിലെ കൺജങ്ഷൻ ഏതാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല മക്കളെ. ഈ കൺജങ്ക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്യുക. അതിൽ കണക്ട് ചെയ്യുന്നത് ഏതാ? യെസ്, നമ്മളെ ക്വസ്റ്റ്യൻ വേർഡ്. ആ ക്വസ്റ്റ്യൻ വേർഡ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. എന്താ കൺജങ്ഷൻ? വെൻ എന്നുള്ളത്. എന്താണ്? വെൻ എന്നുള്ളത്. എന്താണ് മക്കളെ? വെൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ 3 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ സ്റ്റെപ്സ് പഠിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. സെക്കൻഡ് നമ്മൾ RV, ലൈക്ക് നമ്മുടെ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ RV എന്തായിരിക്കും? ആസ്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്താണ് മക്കളെ? വെൻ എന്നുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഇവിടെ വേർ ആണെങ്കിലോ കൺജങ്ഷൻ എന്താണ്? ഇവിടെ വേറെ ആയിരിക്കും. ഇവിടെ വൈ ആണെങ്കിലോ കൺജങ്ഷൻ എന്താണ്? ഇവിടെ വൈ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ നമ്മളെ കൺജങ്ഷനെ കുറിച്ചിട്ട്. നമുക്ക് അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പിനെ. അപ്പൊ മക്കളെ, നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് 4ാമത്തെ സ്റ്റെപ്പ്. പല കുട്ടികൾക്കും നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു സ്റ്റെപ്പ് കൂടെയാണ് ഈ 4ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 4ാമത്തെ സ്റ്റെപ്പിൽ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് എന്താ ഒന്ന് നോക്കുക. ടേക്ക് ദ ലിസ്റ്റ് ടു ചേഞ്ച് ദ വേർഡ് അല്ലെ. ടേക്ക് ദ ലിസ്റ്റ് ടു ചേഞ്ച് ദ വേർഡ്സ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഈ 4ാമത്തേത് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പല കുട്ടികളും എഴുതി വെക്കുന്ന ഒരു തെറ്റാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? യെസ്, റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ. അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ എന്തായിരുന്നു മക്കളെ? RV, ആസ്ക്ഡ് നമ്മൾ എഴുതിയിട്ടുണ്ട്. മൂന്നാമത് നമ്മളെ കൺജങ്ഷൻ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആരാ ഉള്ളത്? വില്ലുണ്ട്. യെസ്, ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. വില്ല് എന്താവും? വുഡ് ആവും. അതുകൊണ്ട് ഞാൻ ഇവിടെ വുഡ് എഴുതി. പിന്നെ ആരാ? യു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റാഷിദ് സാർ അല്ലെ. റാഷിദ് സാർ എന്നുള്ളത് നമുക്ക് സബ്ജക്റ്റിലേക്ക് മാറുമ്പോൾ അത് ഹി അല്ലെ, അവൻ എന്നുള്ളതാവും. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായി യു ഒന്നെങ്കിൽ ഹി ആവും അല്ലെങ്കിൽ ഷീ ആവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്ന ഒരു സ്റ്റെപ്പാണിത്. ശ്രദ്ധിച്ചിരിക്കുക, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ പറഞ്ഞുതരാം. ഈ റാഷിദ് സാർ അല്ലെ, നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് റാഷിദ് എന്നുള്ളത് എഴുതി. രണ്ടാമത്തെ നമ്മൾ RV നമ്മൾ എഴുതി. മൂന്നാമത്തെ നമ്മൾ കൺജങ്ഷൻ എഴുതി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വില്ലുണ്ട്. അത് നമ്മൾ എന്തായിട്ട് മാറ്റും? വുഡ് ആക്കും. ഒരിക്കലും ചെയ്യരുത്. ആ കുട്ടികൾ അങ്ങനെയാണ് തെറ്റിച്ച് വെച്ചിട്ട് എഴുതാറ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഈ ഒരു ചേഞ്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് സ്പീച്ച് സിമ്പിൾ ആണ്. ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്താ ചേഞ്ച് എന്നുള്ളത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇവിടെ പറയുന്നത് നോക്കാം. ചേഞ്ച് ദ സ്ട്രക്ചർ. എന്ത് മാറ്റണം മക്കളെ? ചേഞ്ച് ദ സ്ട്രക്ചർ. ഇവിടുത്തെ സ്ട്രക്ചർ മാറ്റണം. ശ്രദ്ധിക്കുക. റാഷിദ് സർ വെൻ വിൽ യു കം അല്ലെ, എന്താ ചോദിച്ചിട്ടുള്ളത്? വെൻ വിൽ യു കം. ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റൈറ്റ് ദ നെയിം ഓഫ് ദ സ്പീക്കർ നമ്മൾ എഴുതി. രണ്ടാമത്തത് മക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ RV, ആസ്ക്ഡ് നമ്മൾ എഴുതി. മൂന്നാമത്തത് നമ്മളെ കൺജങ്ഷൻ വെൻ നമ്മൾ എഴുതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വില്ല് എഴുതരുത്. നമ്മളെ കൺജങ്ഷൻ കഴിഞ്ഞതിന് ശേഷം ആരെ വരാവൂ? നമ്മളെ സബ്ജക്റ്റ് എഴുതാവൂ. എന്താ എഴുതാവൂ മക്കളെ? സബ്ജക്റ്റ് എഴുതാവൂ. നേരെ കൊണ്ടുപോയിട്ട് ആവേശം മൂത്തിട്ട് വില്ല് കൊണ്ടുപോയിട്ട് എഴുതരുത്. ആ വില്ല് കൊണ്ടുപോയിട്ട് വുഡ് ആക്കരുത്. ഒരിക്കലും ചെയ്യരുത്. അവിടെ നിങ്ങൾ എഴുതാവൂ, നമ്മളെ സബ്ജക്റ്റിനെ എഴുതാ. ഏതാ നമ്മുടെ സബ്ജക്റ്റ് മക്കളെ? ഇവിടെ സബ്ജക്റ്റ് ഏതാ? നമ്മുടെ സബ്ജക്റ്റ് ഏതാ? യെസ്, ഹി അല്ലെ. യു എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യു എന്നുള്ളത് ഒന്നെങ്കിൽ ഹി ആവും അല്ലെങ്കിൽ ഷീ ആവും. ഇവിടെ റാഷിദ് സർ എന്നുള്ളത് നമ്മൾ സബ്ജക്റ്റിലേക്ക് മാക്കുമ്പോൾ പ്രൊനൗൺ ഹി ആയിട്ട് മാറും. ആ ഹി എന്നുള്ളത് എഴുതാ. അത് ഭയങ്കരമായിട്ട് അത് ശ്രദ്ധിക്കണം. ഈ മാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. 4ാമത്തെ സ്റ്റെപ്പ് ഞാൻ പറയാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം മാത്രമേ ഈ വില്ല് എന്നുള്ളത് എന്താവൂ? വുഡ് എന്നുള്ളതാവും. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ ഇത്? ഇത്രയേ ഉള്ളൂ നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത്. അവസാനത്തെ ഒരു മാറ്റം എന്നുള്ളത്
വളരെ സിമ്പിളാണ് മക്കളെ. പിന്നെ ഉള്ളത് നമ്മുടെ റാഷി സർ, നമ്മളെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാം. റാഷി സർ എന്നുള്ളത് നമ്മൾ നെയിം ദ സ്പീക്കർ, അതുപോലെ RV നമ്മൾ കൊടുത്തു, കൺജക്ഷൻ നമ്മൾ കൊടുത്തു. ഇവിടെയുള്ള ഈ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കി, നേരെ കൊണ്ടുപോയിട്ട് വില്ല് വുഡ് ആക്കിയില്ല. അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? നമ്മുടെ സബ്ജക്റ്റ് യു എന്നുള്ളത് ഹി ആക്കി മാറ്റി. അതിനുശേഷം വില്ല് എന്നുള്ളത് എന്താക്കി മാറ്റി മക്കളെ? വുഡ് ആക്കി മാറ്റി. അതിനുശേഷം നമ്മുടെ വേർബാണ്. ഈ വേർബ് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക, കം എന്നുള്ളത്. പല കുട്ടികൾക്കും ചില ഡൗട്ട് അവിടെ വരാറുണ്ട്. കാരണം ഈ വേർബ് സാറേ V1 അത് V2 ആക്കണ്ടേ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ V1 എന്തായിട്ട് മാറും? V2. പക്ഷേ മക്കളെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ഈ വില്ല് എന്നുള്ളത് മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക. ഈ വില്ല് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഓക്സിലറി വേർബ് ആണല്ലോ, നമുക്കറിയാം ഓക്സിലറി വേർബ് ആണ്. അത് വുഡ് ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഈ വില്ല് എന്നുള്ളത് വുഡ് ആക്കിയിട്ടുണ്ട്. ഈ ഓക്സിലറി വേർബ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ കം എന്നുള്ളത് എന്താക്കേണ്ട? V2 ആക്കേണ്ട, കെയിം ആക്കേണ്ട. ആ കം എന്നുള്ളത് കം ആക്കിയിട്ട് തന്നെ എഴുതിയാൽ മതി. അവിടെ ഒരു റൂൾ ഉള്ളത് എന്താണ്? വില്ല് എന്നുള്ളത് ഓൾറെഡി നമ്മൾ എന്താക്കിയിട്ടുണ്ട്? വുഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കം എന്നുള്ളത് എന്താക്കേണ്ട മക്കളെ? വേറൊരു രീതിയിലേക്ക് കെയിം ആക്കി കൊടുക്കണ്ട, കം ആക്കിയിട്ട് തന്നെ വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായോ? അവിടെ വേർബ് ചേഞ്ച് ആക്കണ്ട. മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലേ മക്കളെ? റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട് ഇനി പേടിയാവോ മക്കളെ? ഈ 2 മാർക്ക് നമുക്ക് കിട്ടൂലേ? അതുകൊണ്ട് മക്കൾക്ക് കിട്ടൂലേ? യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത്. ഞാൻ ഒന്നുകൂടെ ഇതിന്റെ സ്ട്രക്ചർ ഒരു തവണ കൂടെ ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എൻ്റെ കൂടെ ഒന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു മക്കളെ? ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? യെസ് അല്ലേ, റൈറ്റ് ദ സ്പീക്കേഴ്സ് നെയിം അല്ലെ. നമ്മുടെ സ്പീക്കേഴ്സിന്റെ നെയിം നമ്മൾ ഇവിടെ എഴുതി, എന്താണ്? റാഷി സർ എന്ന് എഴുതി. സെക്കൻഡ് എന്തായിരുന്നു? എവറി WH ക്വസ്റ്റ്യൻ അതിൽ RV എന്നുള്ളത് എന്തായിരിക്കും? ആസ്ക്ഡ് എന്നായിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അതിനുശേഷം നമ്മൾ എഴുതി കൺജങ്ഷൻ അല്ലെ. കൺജങ്ഷൻ എന്താ അവിടെ? വെൻ എന്നുള്ള കൺജങ്ഷൻ അല്ലെ. എന്താണ്? വെൻ എന്നുള്ള കൺജങ്ഷൻ, അത് നമ്മൾ കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു 4ാമത്തെ സ്റ്റെപ്പ് നേരെ പോയിട്ട് വില്ല് എന്താക്കരുത്? വുഡ് ആക്കി ഇവിടെ എഴുതരുത്. ഓക്കെ, തെറ്റിക്കരുതോ. അവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആദ്യം നിങ്ങൾ സബ്ജക്റ്റിനെ എഴുതുക. ഇവിടെ സബ്ജക്റ്റ് ഏതാ? യു എന്നുള്ളത് റാഷി സർ എന്നുള്ളത് ഹി ആയി മാറി. ആ ഹി എന്ന് എഴുതി. അതിനുശേഷം ഉള്ളത് നമ്മുടെ വില്ലാണ്. ആ വില്ല് വുഡായി അല്ലെ. അതിനുശേഷം നമുക്ക് അവസാനമുള്ള സ്റ്റെപ്പ് എന്നുള്ളത് കം എന്നുള്ളുണ്ട്. അപ്പൊ പല കുട്ടികളും ഇവിടെ V1 ആണല്ലോ സാറേ, അവിടെ V2 ആക്കണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് എഴുതും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ ചെയ്യേണ്ടത് ഈ V1, ഈ കം എന്നുള്ളത് V2 ആവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓൾറെഡി ഓക്സിലറി വേർബ് വില്ല് എന്നുള്ളത് വുഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കം എന്നുള്ളത് കം ആക്കിയിട്ട് തന്നെ എടുത്ത് ചെയ്താൽ ഇത്രയും സിമ്പിളാണ്. നിങ്ങളൊന്ന് മൈൻഡിലേക്ക് ഒരു വട്ടം കൂടെ ഈ ക്ലാസ് ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ച് എന്നുള്ളത്. സിമ്പിൾ അല്ലേ? നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.